എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാഠത്തിൽ നമ്മൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ, പ്രോട്ടോക്കോളുകൾ, പ്രഥമ ശുശ്രൂഷ എന്നിവ കവർ ചെയ്യും. കൂടാതെ തൊഴിൽപരമായ അപകടങ്ങളുണ്ടായാൽ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ മനസ്സിലാക്കുകയും ചെയ്യും. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും: പ്രഥമ ശുശ്രൂഷ നൽകുക, രക്ഷാശ്വസനം നടത്തുക, രക്തസ്രാവം ചികിത്സിക്കുക, അനുയോജ്യമായ അഗ്നിശമന ഉപകരണം തിരഞ്ഞെടുത്ത് തീ അണയ്ക്കാൻ ഉപയോഗിക്കുക, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ തിരിച്ചറിയുക. രക്ഷാശ്വസനം, പരിക്ക് സംഭവിച്ചാൽ രക്തസ്രാവം നിർത്തൽ തുടങ്ങിയ അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ രീതികൾ പഠിക്കേണ്ടത് പ്രധാനമാണ്. ടാസ്ക് 1: കൃത്രിമ ശ്വസനം നൽകുന്നതിന് അവരുടെ ശ്വസനത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ വ്യക്തികളുടെ വസ്ത്രങ്ങൾ അഴിച്ചുവെക്കുക. വ്യക്തിയുടെ വായിൽ നിന്ന് ഏതെങ്കിലും ഫോറിൻ വസ്തുക്കൾ നീക്കം ചെയ്ത് വായ തുറന്നിടുക. ആ വ്യക്തിയെ നിരപ്പായ നിലത്ത് കിടത്തുക. അധിക കാലതാമസം കൂടാതെ കൃത്രിമ ശ്വസനം ആരംഭിക്കുക. കൂടുതൽ പരിക്കുകൾ തടയുന്നതിന് പെട്ടെന്നുള്ള ചലനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഉടൻ തന്നെ ഒരു ഡോക്ടറെ അറിയിക്കുക. ടാസ്ക് 2: നെൽസൺസ് ആം ഉപയോഗിച്ച് നമുക്ക് ആദ്യം വ്യക്തിയെ പുനരുജ്ജീവിപ്പിക്കാം. ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി. വിക്ടിമിന്റെ മുഖം കൈകൾ മടക്കി അവരുടെ തല കൈപ്പത്തികളിൽ വയ്ക്കുക. അവരുടെ കൈകൾക്ക് സമീപം മുട്ടുകുത്തി നിങ്ങളുടെ കൈകൾ പുറകിൽ അവരുടെ കക്ഷത്തിനപ്പുറത്ത് വിരലുകൾ താഴേക്ക് വിടർത്തി തള്ളവിരലുകൾ സ്പർശിക്കുക. കൈകൾ നേരെയാക്കി ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളാൻ വിക്ടിമിന്റെ പുറകിൽ അമർത്തുക. നിങ്ങളുടെ കൈകൾ വിക്ടിമിന്റെ കൈകളിലൂടെ ചേർത്ത് കൈമുട്ടുകൾക്ക് തൊട്ടുമുകളിൽ അവരുടെ കൈയുടെ മുകൾ ഭാഗം പിടിച്ച് പിന്നിലേക്ക് സമന്വയിപ്പിക്കുക. പുറകോട്ട് നീങ്ങുന്നത് തുടരുക. പിന്നോട്ട് ചായുക. വിക്ടിമിന്റെ തോളിൽ പിരിമുറുക്കം അനുഭവപ്പെടുന്നതുവരെ അവരുടെ കൈകൾ നിങ്ങളുടെ നേരെ സൗമ്യമായി ഉയർത്തുക. തുടർന്ന് അവരുടെ കൈകൾ താഴ്ത്തി കൈകൾ പ്രാരംഭസ്ഥാനത്തേക്ക് മടങ്ങുക. വിക്ടിം സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങുന്നതുവരെ കൃത്രിമ ശ്വസനം തുടരുക. ചില സന്ദർഭങ്ങളിൽ ഇത് വളരെ സമയമെടുത്തേക്കാം. വിക്ടിം പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ഒരു പുതപ്പ് അല്ലെങ്കിൽ ചൂടുള്ള ഇഷ്ടികകൾ എന്നിവ ഉപയോഗിച്ച് അവയെ ചൂടാക്കുക. അവരുടെ കൈകളുടെയും കാലുകളുടെയും ഉൾഭാഗം ഹൃദയത്തിലേക്ക് തലോടിക്കൊണ്ട് രക്തചംക്രമണം ഉത്തേജിപ്പിക്കുക. വിക്ടിമിനെ കിടത്തുക. അധ്വാനം ഒഴിവാക്കുക. നെഞ്ചിലോ വയറിലോ പരിക്കുകളുണ്ടെങ്കിൽ നെൽസൺസ് ആമിന്റെ ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി ഒഴിവാക്കുക. ഉത്തേജക മരുന്നുകൾ പൂർണ്ണബോധം വരുന്നതുവരെ നൽകരുത്. ടാസ്ക് 3: ഷേഫേഴ്സ് മെത്തേഡ്. ഷാഫർ രീതി ഉപയോഗിച്ച് വിക്ടിമിനെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് പഠിക്കാം. വിക്ടിമിനെ അവരുടെ വയറ്റിൽ കിടത്തി മറ്റേ കൈ കൈമുട്ടിൽ കുനിഞ്ഞ് മുഖം ഒരു വശത്തേക്ക് തിരിഞ്ഞ് അവരുടെ കൈയിലോ കൈത്തണ്ടയിലോ വിശ്രമിക്കണം. വിക്ടിമിന്റെ ഇടയിൽ മുട്ടുകുത്തി അവരുടെ തുടകൾ നിങ്ങളുടെ കാൽമുട്ടുകൾക്കിടയിൽ വെച്ച് നിങ്ങളുടെ വിരലുകളും തള്ളവിരലുകളും കാണിച്ചിരിക്കുന്നതുപോലെ വയ്ക്കുക. കൈകൾ നേരെ പിടിച്ചുകൊണ്ട് അവസാനം മുന്നോട്ട് കുതിക്കുക. വിക്ടിമിന്റെ താഴത്തെ വാരിയല്ലുകളിൽ നിങ്ങളുടെ ശരീരഭാഗം പ്രയോഗിക്കുക. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളാൻ വേണ്ടിയാണിത്. ഇപ്പോൾ പിന്നോട്ട് ചായുക. ഇത് വിക്ടിമിന്റെ ശരീരത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഉടനടി ഒഴിവാക്കുകയും അവരുടെ ശ്വാസകോശത്തിൽ വായു നിറയാൻ അനുവദിക്കുകയും ചെയ്യുന്നു. 2 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും മുന്നോട്ട് ചാഞ്ഞ് മിനിറ്റിൽ 12 മുതൽ 15 തവണ വരെ ഈ സൈക്കിൾ ആവർത്തിക്കുക. വിക്ടിം സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങുന്നതുവരെ കൃത്രിമ ശ്വസനം തുടരുക. വിക്ടിമിന്റെ നെഞ്ചിലും വയറ്റിലും മുറിവുകളുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കരുത്. വിക്ടിമിനെ മലർത്തിക്കിടത്തുക. തുടർന്ന് അവരുടെ തോളിനടിയിൽ ഒരു വസ്ത്രം ചുരുട്ടിവെക്കുക. തല പുറകോട്ട് തിരിക്കുക. താടി നേരെ മുകളിലേക്ക് ഉയർത്തിവെക്കുക. ഇരയുടെ താടിയെല്ല് പിടിക്കുക. താഴത്തെ പല്ലുകൾ മുകളിലെ പല്ലുകളേക്കാൾ ഉയരത്തിൽ വരുന്നതുവരെ ഉയർത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകൾ അവരുടെ ചെവി ലോബുകളിൽ പിടിച്ച് മുകളിലേക്ക് വലിക്കുക. കൃത്രിമ ശ്വസന സമയത്ത് നാവ് വായു കടന്നു പോകുന്നത് തടയാതിരിക്കാൻ താടിയെല്ലിന്റെ സ്ഥാനം നിലനിർത്തുക. ദീർഘനിശ്വാസം എടുക്കുക. വിക്ടിമിന്റെ വായ്ക്ക് മുകളിൽ നിങ്ങളുടെ വായ വയ്ക്കുക. വായു കടക്കാത്ത വിധത്തിലാക്കുക. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് വിക്ടിമിന്റെ മൂക്ക് അടയ്ക്കുക. താൽപ്പര്യമുണ്ടെങ്കിൽ വായക്കിടയിൽ സുഷിരമുള്ള തുണി ഉപയോഗിക്കുക. ശിശുവാണെങ്കിൽ വായയും മൂക്കും നിങ്ങളുടെ കൈ ഉപയോഗിച്ച് മൂടുക. നെഞ്ച് ഉയരുന്നതുവരെ വിക്ടിമിന്റെ വായിലേക്ക്, ശിശുവാണെങ്കിൽ സൗമ്യമായി ഊതുക. നിങ്ങളുടെ വായ നീക്കം ചെയ്ത് മൂക്കിലെ പിടി വിടുക. അവരെ ശ്വസിക്കാൻ അനുവദിക്കുക. വായു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ 8 to 10 ശ്വസനം വേഗത്തിലായിരിക്കണം. തുടർന്ന് മിനിറ്റിൽ 12 തവണയായും ശിശുവാണെങ്കിൽ 20 തവണയായും ശ്വസനം മന്ദഗതിയിലായിരിക്കണം. വായു അകത്തേക്ക് ഊതാൻ കഴിയുന്നില്ലെങ്കിൽ വിക്ടിമിന്റെ തല, താടിയെല്ല് സ്ഥാനം, വായ എന്നിവയിൽ തടസ്സങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. ശക്തമായി വീണ്ടും ശ്രമിക്കുക. നെഞ്ച് ഇപ്പോഴും ഉയരുന്നില്ലെങ്കിൽ വിക്ടിമിന്റെ മുഖം താഴേക്ക് തിരിക്കുക. ഏതെങ്കിലും തടസ്സങ്ങൾ നീക്കാൻ ശക്തമായി അടിക്കുക. വായു ആമാശയത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ വായു പുറന്തള്ളാൻ ശ്വസന സമയത്ത് സൗമ്യമായി അമർത്തുക. ടാസ്ക് 5: മൗത്ത് ടു നോസ് രീതിയിലൂടെ വിക്ടിമിനെ പുനരുജ്ജീവിപ്പിക്കാം. വിക്ടിമിന്റെ വായ തുറക്കാത്തപ്പോൾ
അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ കഴിയാത്ത തടസ്സം ഉണ്ടാകുമ്പോൾ ഈ രീതി ഉപയോഗിക്കുക. വിക്ടിമിന്റെ ചുണ്ടുകൾ അടയ്ക്കാൻ ഒരു കൈ ഉപയോഗിക്കുക. വിക്ടിമിന്റെ മൂക്കിന് ചുറ്റും നിങ്ങളുടെ ചുണ്ടുകൾ അടയ്ക്കുക. അവയിലേക്ക് ശ്വസിക്കുക. വിക്ടിമിന്റെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. വിക്ടിം പ്രതികരിക്കുന്നതുവരെ മിനിറ്റിൽ 10 to 15 തവണ ഈ വ്യായാമം ആവർത്തിക്കുക. ഡോക്ടർ വരുന്നതുവരെ ഇത് തുടരുക. ടാസ്ക് 6 CPR കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ഉപയോഗിച്ച് ഹൃദയസ്തംഭനത്തിന് വിധേയനായ ഒരു വിക്ടിമിനെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് പഠിക്കാം. ഹൃദയമിടിപ്പ് നിലച്ച ഹൃദയസ്തംഭന കേസുകളിൽ ഉടനടി നടപടി നിർണായകമാണ്. വിക്ടിമിന് ഹൃദയസ്തംഭനം ഉണ്ടോ എന്ന് വേഗത്തിൽ പരിശോധിക്കുക. കഴുത്തിൽ നാഡീമിടിപ്പിന്റെ അഭാവം, ചുണ്ടുകൾക്ക് ചുറ്റുമുള്ള നീലനിറം, വ്യാപകമായി വികസിച്ച പ്യൂപ്പിൾ എന്നിവയിലൂടെ ഇത് നിർണ്ണയിക്കാൻ കഴിയും. വിക്ടിമിനെ ഉറച്ച പ്രതലത്തിൽ മലർത്തിക്കിടത്തി നെഞ്ചിന് അഭിമുഖമായി മുട്ടുകുത്തി നെഞ്ചിന്റെ താഴത്തെ ഭാഗം കണ്ടെത്തുക. വാരിയെല്ലുകളിൽ നിന്ന് വിരലുകൾ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു കൈയുടെ കൈപ്പത്തി താഴത്തെ ബ്രസ്റ്റ് ബോണിന്റെ മധ്യഭാഗത്ത് വയ്ക്കുക. മറ്റേ കൈകൊണ്ട് കൈപ്പത്തി മൂടി വിരലുകൾ ഒരുമിച്ച് പൂട്ടുക. നിങ്ങളുടെ കൈകൾ നേരെയാക്കുക. നെഞ്ചെല്ലിന്റെ താഴത്തെ ഭാഗത്ത് അമർത്തുക. എന്നിട്ട് പ്രഷർ റിലീസ് ചെയ്യുക. ഈ ഘട്ടം സെക്കൻഡിൽ ഒരു തവണയെങ്കിലും വെച്ച് 15 തവണ ആവർത്തിക്കുക. കാർഡിയാക് പൾസ് പരിശോധിക്കുക. ഹൃദയത്തിലേക്ക് 15 കംപ്രഷനുകൾ കൂടി തുടരുക. തുടർന്ന് വായിൽ നിന്ന് വായയിലേക്ക് 2 ശ്വസനം നടത്തുക. ഇടയ്ക്കിടെ നാഡീമിടിപ്പ് പരിശോധിക്കുക. ഹൃദയമിടിപ്പ് തിരിച്ചെത്തിയാലുടൻ കംപ്രഷനുകൾ ഉടനടി നിർത്തുക. പക്ഷേ സ്വാഭാവിക ശ്വസനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതുവരെ വായിൽ നിന്ന് വായയിലേക്ക് പുനരുജ്ജീവനം തുടരുക. വിക്ടിമിനെ റിക്കവറി സ്ഥാനത്ത് നിർത്തുക. അവരെ ഊഷ്മളമായി നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. തുടർന്ന് വേഗത്തിൽ വൈദ്യസഹായം തേടുക. ടാസ്ക് 7 രക്തസ്രാവത്തിന്റെ സ്ഥാനം നിർണയിക്കുക. സാധ്യമെങ്കിൽ മുറിവേറ്റ ഭാഗം ഹൃദയത്തിന് മുകളിൽ ഉയർത്തുക. അണുവിമുക്തമായ തുണി ഉപയോഗിച്ച് രക്തസ്രാവമുള്ള ഭാഗത്ത് നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. 5 സെക്കൻഡ്സ് നേരം സമ്മർദ്ദം തുടരുക. രക്തസ്രാവം നിലച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മറ്റൊരു 15 മിനിറ്റ് കൂടി സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുക. മുറിവ് വൃത്തിയാക്കി ഒരു പാഡ് ഉപയോഗിച്ച് ബാൻഡേജ് ചെയ്യുക. ഈ വിഭാഗത്തിൽ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾക്ക് പഠിക്കാം. തീ ശ്രദ്ധയിൽപ്പെട്ടാൽ തീ തീ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക. അഗ്നിശമന സേനയെ അറിയിക്കുക. അല്ലെങ്കിൽ ഉടൻ തന്നെ വിവരം അറിയിക്കാനുള്ള ശ്രമം നടത്തുക. എമർജൻസി എക്സിറ്റ് തുറന്ന് എല്ലാവരോടും മാറി നിൽക്കാൻ ആവശ്യപ്പെടുക. ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ഓഫ് ചെയ്യുക. അഗ്നിയുടെ തരം വിശകലനം ചെയ്യുകയും തിരിച്ചറിയുകയും ചെയ്യുക. CO2 കാർബൺ ഡയോക്സൈഡ് അഗ്നിശമന ഉപകരണം തിരഞ്ഞെടുക്കുക. CO2 അഗ്നിശമന ഉപകരണം കണ്ടെത്തിയെടുക്കുക. അതിന്റെ കാലഹരണ തീയതി പരിശോധിക്കുക. സീൽ പൊട്ടിക്കുക. ഹാൻഡിലിൽ നിന്ന് സുരക്ഷ പിൻവലിക്കുക. പിൻ സാധാരണയായി അഗ്നിശമന ഉപകരണത്തിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏജന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഹാൻഡിൽ ലിവർ സാവധാനം അമർത്തുക. തീ അണയ്ക്കുന്നതുവരെ ഇന്ധനം തീയ്ക്ക് മുകളിൽ ഏകദേശം 15 സെന്റിമീറ്റർ വീതിയിൽ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് ചലിപ്പിക്കുക. PASS എന്ന് ഓർക്കുക. ഇത് അഗ്നിശമന ഉപകരണം ഉപയോഗിക്കാൻ സഹായിക്കും. P പിൻവലിക്കുന്നതിന്, A തീയുടെ അടിത്തട്ടിൽ ലക്ഷ്യം വയ്ക്കുന്നതിന്, S ലിവർ അമർത്തുന്നതിന്, S ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് ചലിപ്പിക്കുന്നതിന്. ടാസ്ക് 1 ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ നമുക്ക് തിരിച്ചറിയാം. പാദങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ ഷൂസ്, ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ വസ്ത്രങ്ങൾ, തലയെ സംരക്ഷിക്കുന്നതിന് സുരക്ഷാ ഹെൽമെറ്റ്, കൈകളെ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ കയ്യുറകൾ, ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സുരക്ഷാ മാസ്ക്, കണ്ണുകളെ സംരക്ഷിക്കാൻ സുരക്ഷാ ഗ്ലാസുകൾ, ശ്രവണശക്തി സംരക്ഷിക്കാൻ സുരക്ഷാ എയർമഫുകൾ, ഏതു വീഴ്ചയിൽ നിന്നും പരിരക്ഷിക്കുന്നതിന് സുരക്ഷാ കവചം, ദൃശ്യപരത മെച്ചപ്പെടുത്താൻ സുരക്ഷാ കുപ്പായം. ഈ പാഠത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുക, രക്ഷാശ്വസനം നടത്തുക, രക്തസ്രാവം ചികിത്സിക്കുക, അനുയോജ്യമായ അഗ്നിശമന ഉപകരണം തിരഞ്ഞെടുത്ത് തീ അണയ്ക്കാൻ ഉപയോഗിക്കുക, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ തിരിച്ചറിയുക എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.